മോണക്കക്ക. ഇതിനൊക്കെ ഈ പേരിട്ട ആരാന്നറിയത്തില്ല ഇല്ലയോ. അതാണൊക്കെ കക്കയുടെ പേരൊക്കെ നല്ല രസമാണ്, പൂവൻ കക്ക. അപ്പൊ എന്റെ ഒരു സംശയമുണ്ട്, ഇതിനകത്ത് പൂവൻ മാത്രമേ ഉള്ളൂ, പെടയില്ലയോ? ഇതിന്റെ പേരാണ് മോണക്കക്ക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോഴാണ് ഞാനാണെങ്കിൽ പലതരം കക്കകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് കരിങ്കക്ക, പൂവൻ കക്ക, കല്ലുമ്മക്കായ, അതേ കണക്ക് ഓയിസ്റ്റർ, അങ്ങനെയൊക്കെ. പക്ഷേ ഇതാണ്ട് ഇന്നൊരു പുതിയ കക്കായ കേട്ടോ, മോണക്കക്ക. ഈ കക്ക ഇതേവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ ഇതെനിക്കിന്ന് ഇപ്പം ഉടനെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അല്ല. എന്താണെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഇപ്പം കരിങ്കക്കായും കല്ലുമ്മക്കായും, അതായത് ഞാൻ നേരത്തെ കാണിച്ച ചിപ്പിക്കക്ക എന്ന് പറയുന്നത്, ആ കക്കായും ഒഴിച്ച് ബാക്കി പൂവൻ കക്ക, അതേ കണക്ക് മോണക്കക്ക, ഇതെല്ലാം വാരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഇവിടെ ആരും എടുക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്കിപ്പം അപ്പുറത്ത് കായംകുളം ഹാർബറിനടുത്തുള്ള അഴീക്കൽ പൊഴിമുഖത്ത് നിന്ന്, അത് ആലപ്പുഴ ജില്ല, അവിടെ ഇതിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് വാരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അന്നേരം ഇത് പ്രതീക്ഷിക്കാതെ കിട്ടി. അതുകൊണ്ട് എന്താ ഇത് 200 രൂപയുടെ കക്ക കേട്ടോ. സാധാരണ ഇത് 100 രൂപയ്ക്കൊക്കെ ഈ ഒരു ബക്കറ്റിനകത്ത് നിറച്ച് കിട്ടുന്നത്. പക്ഷെ ഇപ്പം ഇങ്ങനെ ആ ഒരു ഇതായതുകൊണ്ട് ഇനി ഡിമാൻഡ് കൂടിയപ്പോഴത്തേക്ക് ഇതേണ്ട ഇത്രയുമായി ചുരുങ്ങിയിട്ടുണ്ട്. ഈ ഒരു കക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പൂവങ്കക്ക ആവുമ്പോൾ ഞാനത് അന്ന് കാണിച്ചായിരുന്നു, അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയ റബ്ബർ പോലെ ഇരിക്കും. പക്ഷെ അതാണെങ്കിൽ കരിങ്കക്കയാണെങ്കിൽ നല്ല സോഫ്റ്റ്. എന്നാൽ ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ജെല്ല് പരുവത്തിലായിട്ടുള്ള ഒരു ഇതാണ് നമ്മളെ ഈ മോണക്കക്ക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പുഴുങ്ങിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഞാനതിൻ്റെ അത് കാണിച്ചു തരാം. മറ്റേ കക്ക പോലെ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റത്തില്ല, ഒരു ജെല്ലായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാനന്നേരം ഇത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ് എടുത്തത്. അപ്പം ഞാനിതൊന്ന് കഴുകി എല്ലാം ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഈ പൂവൻ കക്കായ്ക്കും ഓണക്കക്കായ്ക്കും ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ അഴിമുഖത്ത് നിന്ന് എടുക്കുന്ന ആയതുകൊണ്ട് അവിടുത്തെ നല്ല മണ്ണിൽ ഇതൊക്കെ കിടക്കുന്നത്, തെളിഞ്ഞ വെള്ളത്തിനകത്ത് ആ മണ്ണിൽ കിടക്കുന്ന കക്ക. അപ്പോൾ ഒരുപാട് അഴുക്കൊന്നുമില്ല, നമ്മൾ ഒത്തിരി വെട്ടമിട്ട് കഴുകാൻ വെച്ച്. ഇന്നാൾ ഞാൻ കരിങ്കക്കയൊക്കെ ഞങ്ങളിവിടെ പാടത്തെ ഞാൻ കാണിച്ചായിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ നല്ല ചെളിക്കകത്ത് ഇരിക്കുന്നത്. അതൊക്കെ ഒരുപാട് വെള്ളത്തിൽ കഴുകി നമ്മൾ, അത് മാത്രമല്ല അതിനകത്തും ചെളിയൊക്കെ കാണും. പക്ഷെ ഇതിനകത്ത് ഈ കക്ക ഇറച്ചിക്കകത്തും ഒന്നും ചെളിയൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത് കണ്ടോ, നല്ല ഇതായിട്ടിരിക്കുക. അതേപോലെ തന്നെ കരിങ്കക്കായും ചിപ്പിക്കക്കായും ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, അതായത് കല്ലുമ്മക്കായൊക്കെ ആണെങ്കിൽ നമ്മൾ 1 or 2 ദിവസമൊക്കെ നമ്മൾ പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിടണം, എന്നാലേ അതിനകത്ത് ചെളി മാറും. പക്ഷെ ഇത് നമുക്ക് അങ്ങനൊന്നും ഇടണ്ട. ഇതേ മോണക്കക്ക ആണെങ്കിൽ മൊത്തം ഇതിനകത്ത് മോണക്കക്കയല്ല, എൻ്റെ കരിങ്കക്കയും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. സാധാരണ നമുക്ക് അങ്ങനെ അവിടുന്ന് വരുന്നതിനകത്ത് കരിങ്കക്ക വരുന്നതല്ല, നമുക്ക് ചിലപ്പോൾ മിക്സ് ചെയ്ത് കാണാൻ വന്നതായിരിക്കും. കരിങ്കക്കയും ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ മോണക്കക്ക പുഴുങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കക്ക സാധാ ഒരു കലത്തിലാണ്, പക്ഷേ അതിനകത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അത് നിറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ മാറ്റാനൊന്നും മെനക്കെട്ടില്ല. അതുകൊണ്ട് എന്തുവാണെന്നറിയാവോ, നമുക്ക് ഇത്രയും തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, ചില കക്കകളൊന്നും വെന്ത് വന്ന് കാണത്തില്ല, അതേ കണക്ക് തന്നെ അടഞ്ഞിരിക്കുമായിരിക്കും. അങ്ങനെയുള്ളതിനെ വീണ്ടും ഒന്നും കൂടി വേവിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഉണ്ടോ, കരിങ്കക്കായും ഉണ്ട് കേട്ടോ, കരിങ്കക്കായും ഉണ്ട്, മോണക്കക്ക ഉണ്ട്. ദാണ്ടെ മോണക്കക്ക ഉണ്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമ്മളെ പൂവങ്കക്കയുടെ കണക്ക് റബ്ബറും അല്ല, അതേപോലെ കരിങ്കക്കയുടെ കണക്ക് സോഫ്റ്റും അല്ല. ഇതൊരുമാതിരി ജെല്ല് പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ അതാണ്ട് ജെല്ല് പോലെ ഇരിക്കും. കൂടുതലും ഇത് റോസ്റ്റ് ചെയ്ത നല്ല ടേസ്റ്റ് ആയിരിക്കും. മിക്കവാറും എല്ലാവരും ഇത് റോസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ ഞാനിന്ന് ഇവിടെ തോരൻ വെക്കുക. പിന്നെ നമ്മുടെ ഈ മോണക്കക്ക റോസ്റ്റ് ചെയ്യുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് വരാൻ എങ്ങനെയാണെന്ന് അറിയാം, നമ്മൾ പുഴുങ്ങി ഇങ്ങനെ എടുത്ത് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇത് പച്ചയ്ക്ക് പൊളന്നെടുക്കും. അതായത് നമ്മളിത് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ കക്ക പിച്ചാത്തി, മുനയുള്ള പിച്ചാത്തി കൊണ്ട് ഇവിടെ ഇങ്ങനെ ഭയങ്കര, ആദ്യം നമുക്ക് ഒരിച്ചിരി പാടായിട്ട് തോന്നി, എനിക്ക് ആദ്യം അത്ര വശമൊന്നുമല്ലായിരുന്നു. പിന്നെ ചെയ്യുമ്പോൾ എളുപ്പമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഭയങ്കര മെനക്കേടാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് പുഴുങ്ങി എടുത്തരാം. ഇതിങ്ങനെ പൊളന്ന് ഇതെടുത്തിട്ട് ഇതിൽ നിന്ന് ഇത് ഇറച്ചി മാത്രം എടുത്ത് നമ്മൾ റോസ്റ്റ്, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ്. നീണ്ടകര ഭാഗത്തൊക്കെ ഇങ്ങനെ, നീണ്ടകര ഭാഗത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത്, ഈ കക്ക ഇത് കണക്ക് പച്ചയാക്കി ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കും. അതിങ്ങനെ എടുത്ത് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് നമ്മൾ പെട്ടെന്ന് മേടിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര പാടാണ്. ഒരുപാട് പേരുടെ കഷ്ടപ്പാട്, ഇങ്ങനെ പൊളന്ന് കൈയൊക്കെ മുറിയാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ അതാണ് കൂടുതൽ ടേസ്റ്റ്. വേണ്ട, നമ്മുടെ കക്ക ഇറച്ചി പറക്കിയെടുത്തപ്പോൾ അതാണ്ട് ഇത്രയും ഉണ്ട്. അപ്പം ഞാനിനി ഇത് തോരൻ വെക്കാനായിട്ട് പോവാം. തോരൻ വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാൻ തന്നെ. തോരൻ വെക്കുന്നത് ഞാൻ മിക്കവാറും വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാ കക്കകളും തോരൻ വെക്കുന്നത്. അപ്പം ഞാനിത് തോരൻ വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. കണ്ടോ,
അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ വേറൊരു കറി കൂടി കക്കയുടെ കൊണ്ട് വെക്കും. നമ്മൾ സാധാരണ കക്ക തോരൻ, കക്ക റോസ്റ്റ്, കക്ക വറുത്ത്, കക്ക അച്ചാറൊക്കെ. പക്ഷെ അതല്ല, ഈ കക്ക രസം എന്ന് പറയും. കക്ക രസം എന്ന് പറയുമ്പോൾ നമ്മളെ ആ കക്ക പുഴുങ്ങുന്ന വെള്ളമില്ലയോ, ഈ വെള്ളം തെളിഞ്ഞ വെള്ളം എടുത്ത് നമ്മൾ രസം വെക്കും. സാധാരണ രസം പോലെ രസത്തിന്റെ എല്ലാം വെച്ചിട്ട് ഈ വെള്ളം ഒഴിച്ച് ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളത്തിൽ അഴുക്കൊന്നും അധികം ഇല്ലാത്ത, അതേ കണക്ക് ചേറൊന്നും ഇല്ലാത്ത വെള്ളത്തിലൊക്കെ കിടക്കുന്ന കക്കയാണെങ്കിലും എടുത്തിട്ട് ഒരു ദിവസമൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മാത്രം എടുത്ത്, അപ്പോൾ നല്ല അഴുക്കൊന്നും കാണത്തില്ല, നല്ല തെളിഞ്ഞതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയ അളവിന് കക്കാരസം ഒന്നും കൊണ്ട് വെക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് ചെയ്തുകൊണ്ട് എടുക്കുന്നില്ല. അതേ കണക്ക് ഇതിന്റെ വലിയ കക്ക, ഇത് ചെറിയ കക്ക കേട്ടോ നമ്മളിത് കണ്ടത്. പക്ഷെ ഇതിനെക്കാട്ടി വലിയ വലിപ്പം വെക്കുന്ന കക്കയുണ്ട്, മോണക്കക്ക. അതൊക്കെ ചെയ്യുമ്പോൾ, അത് കിട്ടുമ്പോൾ ഞാനത് പിച്ചാത്തി കൊണ്ട് പൊളന്നെടുത്ത് ആ പച്ച ഇറച്ചി റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അധികം ആരും അങ്ങനെ ചെയ്യത്തില്ല, എല്ലാവരും പെട്ടെന്ന് ഈ പുഴുങ്ങി എടുത്തിട്ടുള്ള പണിയൊക്കെ നോക്കത്തുള്ളൂ. ഇത് ഇച്ചിരി റിസ്ക് ഉള്ള പണിയായോണ്ട്. അപ്പോഴും നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ പച്ചയ്ക്ക് പിച്ചാത്തി കൊണ്ടൊക്കെ പൊളന്നെടുത്തെടുക്കുന്നത്, അത് കരിങ്കക്കയും പൂവങ്കക്കയൊക്കെയാണ് നമുക്ക് പറ്റത്തില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഓട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പിച്ചാത്തി കൊണ്ട് എടുക്കുന്നിടം ഭയങ്കര ഷാർപ്പായിട്ടിരിക്കും. പക്ഷേ മോണക്കക്കയുടെ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഈ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ആ ഒരു ഗ്യാപ്പ്, ആ ഒരു കക്ക ഓട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് പോലാണ് അതിൻ്റെ ഓട്ടി പോയിരിക്കുക. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. അപ്പോഴ് നമ്മുടെ മോണക്കക്ക തോരൻ റെഡിയായി. ഇത് പലർക്കും കേൾക്കുമ്പോൾ ചിലയിടത്തൊന്നും ഇങ്ങനെ ഒരു പേര് കാണത്തില്ലായിരിക്കും, വേറെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിലെയാണ് കേട്ടോ മോണക്കക്ക എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആ പേര് വന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ടേസ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യലൊക്കെ ഞാൻ വെച്ചുകൊണ്ട് ഞാൻ കൊള്ളത്തില്ല എന്ന് പറയത്തില്ല, സംഭവം സൂപ്പറാ. ഇനിയിപ്പം കക്കയിറച്ചിയും കൂട്ടി ഒരു പിടി പിടിക്കണമെന്ന് പറയുന്നത് പോലെ ഞാനും ഒരു പിടി പിടിക്കാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം.